students, welcome back to my class. So today we were dealing with the topic genetic code. Okay, so before going to genetic code, we can look at what is meant by gene expression. So നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം തന്നെയാണ് ജീൻസ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. അവർ സ്പെസിഫിക് പ്രോട്ടീൻസിനെ സിന്തസൈസ് ചെയ്യുന്നു, അങ്ങനെയാണ് അവർ എക്സ്പ്രസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഫങ്ഷണൽ പ്രോപ്പർട്ടി ഓഫ് എ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഡിറ്റർമിൻ ചെയ്യുന്നത് ആ പ്രോട്ടീൻ്റെ അമിനോ ആസിഡ് സീക്വൻസിൻ്റെ എന്താണ് റെസിഡ്യൂസ് ആണ്. ഓക്കെ, ഈ അമിനോ ആസിഡ് സീക്വൻസിനെ ആരാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്? ജീൻസിലെ ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ആണ് എന്ത് ചെയ്യുന്നത്? അമിനോ ആസിഡിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ആ അമിനോ ആസിഡിൻ്റെ സീക്വൻസ് ആണ് പ്രോപ്പർട്ടി ഓഫ് ഫങ്ഷണൽ പ്രോപ്പർട്ടി ഓഫ് പ്രോട്ടീനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. സോ ബയോളജിക്കൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എസെൻഷ്യൽ ആയിട്ടുള്ള പ്രോട്ടീൻ സിന്തസിസിന് ആവശ്യമായുള്ള ബയോളജിക്കൽ ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നു? അത് പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻഫർമേഷൻ കോഡിംഗ് സിസ്റ്റം കോൾഡ് ജനറ്റിക് കോഡാണ്. ഓക്കെ, ദ ബയോളജിക്കൽ ഇൻഫർമേഷൻ എസെൻഷ്യൽ ഫോർ പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ബൈ ഇൻഫർമേഷൻ കോഡിംഗ് സിസ്റ്റം കോൾഡ് ജനറ്റിക് കോഡ്. ഈ ജനറ്റിക് കോഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ DNA ആൻഡ് mRNA ഇൻ ദ ഫോം ഓഫ് ന്യൂക്ലിയോടൈഡ് സീക്വൻസ്. ന്യൂക്ലിയോടൈഡ് സീക്വൻസിൽ DNA-യിലും mRNA-യിലുള്ള ന്യൂക്ലിയോടൈഡ് സീക്വൻസിലാണ് ഉണ്ടാവുക ജനറ്റിക് കോഡ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഏതൊക്കെയാണ് ബേസസ് ഇൻ DNA, ഏതൊക്കെയാണ് അറിയാമല്ലോ അല്ലേ? ഏതൊക്കെയാണ് DNA കാണുന്ന ബേസസ് ഏതൊക്കെയാണ്? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. RNA-യിലാണെങ്കിൽ അഡിനിൻ, തൈമിന് പകരം യൂറാസിലായിരിക്കും ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണല്ലോ. അഡിനിൻ ഫോം ഡബിൾ ബോണ്ട് വിത്ത് തൈമിൻ, ഗ്വാനിൻ ഫോം ട്രിപ്പിൾ ബോണ്ട് വിത്ത് സൈറ്റോസിൻ. ഓക്കെ, അപ്പോൾ എന്താണ് ജനറ്റിക് കോഡ്? ജനറ്റിക് കോഡ് ഈസ് സിംപ്ലി പറയുകയാണെങ്കിൽ genetic message or information. It is a simply precisely coded genetic message or information stored in DNA and mRNA in the form of nucleotide sequence. ന്യൂക്ലിയോടൈഡ് സീക്വൻസിൻ്റെ എന്താണ് ആയിട്ട് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ആയിട്ട് അല്ലെങ്കിൽ ന്യൂക്ലിയോടൈഡ് സീക്വൻസിൻ്റെ ഫോമിൽ നമ്മൾ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുകയാണ്. DNA-യിലോ അല്ലെങ്കിൽ mRNA-യിലോ നമ്മൾ ഈ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നത് ജനറ്റിക് മെസ്സേജ് അല്ലെങ്കിൽ ജനറ്റിക് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നത് ആരുടെ രൂപത്തിലാണ്? ന്യൂക്ലിയോടൈഡ് സീക്വൻസിൻ്റെ ഫോമിലാണ്. അതിനാണ് ജനറ്റിക് കോഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡെഫിനേഷൻ പറയാം: ഇറ്റ്സ് എ ഡിക്ഷണറി ദാറ്റ് കറസ്പോണ്ട്സ് വിത്ത് സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ആൻഡ് സീക്വൻസ് ഓഫ് അമിനോ ആസിഡ്സ്, ഓർ ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് റൂൾസ് ബൈ വിച്ച് ഇൻഫർമേഷൻ എൻകോഡഡ് ഇൻ ജനറ്റിക് മെറ്റീരിയൽ ദാറ്റ് ഇസ് RNA അല്ലെങ്കിൽ DNA സീക്വൻസസ് ഈസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു പ്രോട്ടീൻസ് ബൈ ലിവിങ് സെൽസ്. അതായത് ഇപ്പോൾ ഈ ജനറ്റിക് കോഡിൽ ന്യൂക്ലിയോടൈഡ് സീക്വൻസ് എൻ്റെ ഫോമിലാണ് എന്ത് ജനറ്റിക് കോഡ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. ഈ ജനറ്റിക് കോഡാണ് എന്ത് ചെയ്യുന്നത്? സെർട്ടൻ റൂൾസ് ആണത്. അതാണ് എന്ത് ചെയ്യുക? പിന്നീട് പ്രോട്ടീൻസിലേക്ക് ലിവിങ് സെൽസിന് എന്ത് ചെയ്യുന്നത്? പ്രോട്ടീൻസിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ടേം കൊണ്ടുവന്നത് ജോർജ് ഗാമോ ആണ്. ഡിസ്കവറി എന്ന് പറയുന്നത് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ പ്രോട്ടീൻസ് ആർ എൻകോഡഡ് ബിഗാൻ ആഫ്റ്റർ സ്ട്രക്ചർ ഓഫ് DNA വാസ് ഡിസ്കവർഡ് ബൈ ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക്, ആൻഡ് ജോർജ് ഗാമോ പോസ്റ്റുലേറ്റഡ് ദാറ്റ് എ 3-letter code must be employed to encode the 20 standard amino acids used by living cells to build proteins. അപ്പോൾ 20 സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ്സ് ആണ് ലിവിങ് സെൽസിലുള്ളത്. അപ്പോൾ എന്താണ് ആ 20 സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ് വെച്ചിട്ടാണ് പ്രോട്ടീൻസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ 20 സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ്സിനെ എൻകോഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഈ 3-letter കോഡ് വേണമെന്ന് പറഞ്ഞു. ഓക്കെ, അത് പറഞ്ഞ ആളാണ് ആര്? ജോർജ് ഗാമോ. ജനറ്റിക് കോഡ് കണ്ടുപിടിച്ച ആൾ ജോർജ് ഗാമോ ആണ്. അപ്പോൾ നമുക്ക് വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ജനറ്റിക് കോഡ് ഈസ് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഓഫ് DNA അല്ലെങ്കിൽ mRNA ദാറ്റ് സ്പെസിഫൈസ് ദ അമിനോ ആസിഡ് സീക്വൻസ് ഓഫ് പ്രോട്ടീൻസ്. സിംപ്ലി അങ്ങനെ പറയാം, ജനറ്റിക് കോഡ് ഈസ് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഓഫ് RNA ഓർ mRNA. RNA-യോ mRNA-യിലോ കാണുന്ന ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ആണ്. അത് എന്ത് ചെയ്യുന്നു? അതാണ് പ്രോട്ടീനിലുള്ള അമിനോ ആസിഡ് സീക്വൻസിനെ എന്ത് ചെയ്യുന്നത്? സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോട്ടീൻ സിന്തസിസിൻ്റെ സമയത്ത് ജനറ്റിക് കോഡ് എന്ത് ചെയ്യുന്നു? കോപ്പി ചെയ്യുന്നു. ഡൗൺ ഫ്രം DNA-ന്ന് mRNA-ക്ക് കോപ്പി ചെയ്യുന്നു. അതിനാണ് ജനറ്റിക് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുക. നെക്സ്റ്റ് സ്റ്റേജിൽ ഈ കോഡ് എന്ത് ചെയ്യുന്നു? mRNA-ന്ന് പ്രോട്ടീനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അതിനാണ് എന്ത് പറയുക? ജനറ്റിക് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ്റെ സമയത്ത് ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഓഫ് DNA ഈസ് ട്രാൻസ്ഫേർഡ് ടു mRNA ഇൻ ദ ഫോം ഓഫ് റൈബോ ന്യൂക്ലിയോടൈഡ് സീക്വൻസ്, ആൻഡ് ട്രാൻസ്ലേഷൻ്റെ സമയത്ത് റൈബോ ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഓഫ് mRNA കൺവേർട്ടഡ് ഇൻ ടു അമിനോ ആസിഡ് സീക്വൻസ് ഓഫ് പ്രോട്ടീൻ. അപ്പോൾ ഈ ജനറ്റിക് കോഡ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? DNA-ന്ന് mRNA-ക്ക്, mRNA-ന്ന് പ്രോട്ടീനിലേക്ക് പോകുന്നു. അപ്പോൾ നിങ്ങൾക്കിത് അറിയണ കാര്യം തന്നെയാണ്. ഞാൻ ഒരു കോലിനറിറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ജീനും ജീൻ പ്രൊഡക്റ്റും. ജീൻ അതിൻ്റെ ജീൻ പ്രൊഡക്റ്റ് എന്തായിരിക്കും? പ്രോട്ടീനാണ്. അപ്പോൾ ഇതാണ് പ്രോട്ടീൻ. കണ്ടോ, അതൊക്കെ അമിനോ ആസിഡുകളാണ്. മെത്തിയോണിൻ, ലൂസിൻ, പ്രൊലൈൻ, അർജിനൈൻ, സെറിൻ, ഗ്ലൈസിനൊക്കെ എന്താണ്? അമിനോ ആസിഡുകളാണ് അല്ലേ? ഈ അമിനോ ആസിഡുകൾ കൂടിയിട്ടാണ് എന്തുണ്ടാവുന്നത്? പ്രോട്ടീൻ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതെന്താണ്? DNA. അപ്പോൾ DNA-യുടെ ആൻറ്റിസെൻസ് സ്ട്രാൻഡിൽ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്ന് പറയും. മറ്റേ സ്ട്രാൻഡ് സെൻസ് സ്ട്രാൻഡ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ എന്താണ്? DNA-ക്ക് ആൻറ്റി സെൻസ് സ്റ്റാൻഡും കാണാൻ ടെംപ്ലേറ്റ് സ്റ്റാൻഡ് ഉണ്ട്. സെൻസ് സ്റ്റാൻഡ് അല്ലെങ്കിൽ നോൺ ടെംപ്ലേറ്റ് സ്റ്റാൻഡ് കാണുന്നുണ്ട് DNA ഡ്യൂപ്ലക്സിൽ. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്ന സമയത്ത് DNA-നെ എന്ത് ചെയ്യുന്നു? RNA കോപ്പി ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തുണ്ടായി?
ട്രാൻസ്ക്രിപ്ഷൻ നടന്നപ്പോൾ RNAക്ക് കോപ്പി ചെയ്തു ഇൻഫർമേഷൻ DNA എന്ന് റൈബോന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഫോം ചെയ്തു. ഈ റൈബോന്യൂക്ലിയോടൈഡ് സീക്വൻസ് നിന്ന് ട്രാൻസ്ലേഷൻ വഴി എന്ത് ചെയ്തു, അമിനോ ആസിഡ് സീക്വൻസ് ഉണ്ടായി. ഓക്കെ, ഇങ്ങനെയാണ് നടക്കുന്നത്. ആ ഒരു ഇൻഫർമേഷൻ പാസേജ് നടക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, സോ ജനറ്റിക് കോഡിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ലെറ്റേഴ്സ് A, G, T ആൻഡ് C. നിങ്ങൾക്ക് അറിയാം, അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ ആൻഡ് സൈറ്റോസിൻ കറസ്പോണ്ടിങ് ന്യൂക്ലിയോടൈഡ് ഫൗണ്ട് ഇൻ DNA-യിലുള്ള ന്യൂക്ലിയോടൈഡ്സിന് കറസ്പോണ്ടിങ് ആണത്. ഓക്കെ, ദേ ആർ ഓർഗനൈസ്ഡ് ഇൻ ടു കോഡോൺ. അപ്പോൾ ഈ 4 ബേസിനെ A, G, T, C എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓർഗനൈസ് ചെയ്യുകയാണ്, കോഡോൺ ആയിട്ട് ഓർഗനൈസ് ചെയ്യുകയാണ്. ദ കളക്ഷൻ ഓഫ് കോഡോൺ ഈസ് കോൾഡ് ജനറ്റിക് കോഡ്. ഓക്കെ, അപ്പോൾ അങ്ങനെ കോഡോൺസിൻ്റെ കളക്ഷനാണ് നമ്മൾ എന്ത് പറയുക, ജനറ്റിക് കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ 20 അമിനോ ആസിഡ് ആണ് ഉള്ളതെന്ന് പറഞ്ഞല്ലോ അല്ലേ. അപ്പോൾ 20 അമിനോ ആസിഡ് ആണെങ്കിൽ ദർ ഷുഡ് ബി 20 കോഡോൺസ് വേണം. സോ ഈച്ച് കോഡോൺ ഷുഡ് ഹാവ് 3 ന്യൂക്ലിയോടൈഡ്സ് ടു ഇമ്പാർട്ട് സ്പെസിഫിസിറ്റി ടു ഈച്ച് ഓഫ് ദി 3 അമിനോ ആസിഡ് ഫോർ എ സ്പെസിഫിക് കോഡോൺ. അപ്പോൾ ഈ ഓരോ കോഡോണിന് എന്ത് വേണം, 3 ന്യൂക്ലിയോടൈഡ് വേണം ടു ഇമ്പാർട്ട് സ്പെസിഫിസിറ്റി ടു ഈച്ച് ഓഫ് ദ അമിനോ ആസിഡ് ഫോർ എ സ്പെസിഫിക് കോഡോൺ. സോ ഒരു ന്യൂക്ലിയോടൈഡ് ആണെങ്കിൽ എന്തുണ്ടാവും, 4 കോമ്പിനേഷൻസ് ഉണ്ടായിരിക്കും. 2 ന്യൂക്ലിയോടൈഡ് ഉണ്ടെങ്കിൽ 16 കോമ്പിനേഷൻസ് പോസിബിൾ ആണ്. 3 ന്യൂക്ലിയോടൈഡ് ഉണ്ടെങ്കിൽ 64 കോമ്പിനേഷൻസ് പോസിബിൾ ആണ്. ഓക്കെ, സോ ജനറ്റിക് കോഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. DNA എന്ന് എന്ത് ചെയ്യുന്നു, ഇത് RNA ആണ്. RNAയിൽ 3 ബേസസ് A, T, G കണ്ടോ, ഇതൊരു കോഡോൺ ആണ്. ഓക്കെ, ഇത് CTA, ഇത് വേറൊരു കോഡോൺ ആണ്. ഇപ്പോൾ ട്രിപ്ലറ്റ് ആയിട്ടാണ് നിൽക്കുന്നത് കോഡോൺ A, T, G ആണ് ട്രിപ്ലറ്റ് ആയിട്ടാണ് കോഡോൺ നിൽക്കുക. ഇതടുത്തത്. ഓക്കെ, ഈ ഒരു കോഡോൺ എന്ത് ചെയ്യുന്നു, ഈ A, T, G പറഞ്ഞ കോഡോൺ എന്ത് ചെയ്യുന്നു, അത് എന്താ ചെയ്യുന്നത്, അതിവിടെ ഒരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നു, അടുത്തത് വേറെ അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നു, ഇത് വേറൊന്നിന് കോഡ് ചെയ്യുന്നു. ഓക്കെ, സോ ജനറ്റിക് കോഡ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ എ സിമ്പിൾ ടേബിൾ വിത്ത് 64 എൻട്രീസ്. ഇവിടെ അങ്ങനെ കൊടുക്കാം UCAG. ഇവിടെ UCAG ഇത് എന്താണ്, RNAയുടെ അതുകൊണ്ടായിട്ട് ഇവിടെ U കൊടുത്തുള്ളത്. RNAയിൽ യുറാസിലല്ലേ കാണുന്നത്, തൈമിന് പകരം യുറാസിലാണ് കാണുന്നത്. സോ ഇവിടെ U എന്ന് വെച്ചാൽ കോമ്പിനേഷൻ എന്ത് ചെയ്യുന്നുണ്ടാവും, ഇവിടെ ഫോം ചെയ്യും U. അതുപോലെ തന്നെ UCU ഇവിടെ. അങ്ങനെ 64 കോമ്പിനേഷൻസ് പോസിബിൾ ആണ്. ഇതിൽ 3 സ്റ്റോപ്പ് കോഡോൺ ആണ്, UAA, UGA ആൻഡ് UAG. അതെന്താണ്, സ്റ്റോപ്പ് കോഡോൺ ആണ്. അതുപോലെ തന്നെ ഇനീഷ്യേഷൻ കോഡോൺ ആണ് AUG. ഓർത്ത് വയ്ക്കുക, സ്റ്റോപ്പ് കോഡോൺസ് 3 ഉള്ളത്, UGA, UAA ആൻഡ് UAG. ആൻഡ് സ്റ്റോപ്പ് കോഡോൺ എന്ന് പറയുന്നത്, ഇനീഷ്യേഷൻ കോഡോൺ എന്ന് പറയുന്നത് AUG. ഓക്കെ, സോ കോഡോൺ ആൻഡ് ഇസ് ടൈപ്പ് പറയുകയാണെങ്കിൽ ജനറ്റിക് കോഡ് ഇസ് എ ഡിക്ഷണറി കൺസിസ്റ്റ് ഓഫ് ജനറ്റിക് വേർഡ്സ് കോൾഡ് കോഡോൺസ്. നമുക്ക് പറയാൻ ഒരു ഡിക്ഷണറി ആണെന്ന് പറയാൻ വേണമെങ്കിൽ ജനറ്റിക് കോഡിനെ. ആൻഡ് അതിൽ എന്തുണ്ട്, ജനറ്റിക് വേർഡ്സ് ആണ്, അവിടെയുള്ള ജനറ്റിക് വേർഡ്സ് ആണ് കോഡോൺസ് എന്ന് പറയുന്നത്. ഈച്ച് കോഡോൺ കൺസിസ്റ്റ് ഓഫ് 3 ബേസസ്, ട്രിപ്ലറ്റ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് കണ്ട പോലെ ട്രിപ്ലറ്റ് ആയിട്ടാണ് ഓരോ കോഡോൺ നിൽക്കുന്നത്. ദർ ആർ 64 കോഡോൺസ് ഉണ്ട്. ഈ 61 കോഡോൺസും എന്ത് ചെയ്യുന്നു, 20 അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 61 കോഡോൺസ് കോഡ് ഫോർ 20 അമിനോ ആസിഡ് ഫൗണ്ട് ഇൻ പ്രോട്ടീൻ. 3 കോഡോൺസ് ഡു നോട്ട് കോഡ് ഫോർ എനി അമിനോ ആസിഡ്. 3 ഒന്നിനും കോഡ് ചെയ്യുന്നില്ല. നമ്മൾ പറഞ്ഞു UAA, UAG ആൻഡ് UGA. അതെന്താണ്, സ്റ്റോപ്പ് കോഡോൺസ് ആണ്. ആ 3 കോഡോൺസും അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നില്ല. ഈ ടൈപ്പ് ഓഫ് കോഡോൺ പറയുകയാണെങ്കിൽ സെൻസ് കോഡോൺ ഉണ്ട്, സിഗ്നൽ കോഡോൺ ഉണ്ട്. സിഗ്നൽ കോഡോൺ എന്ന് പറയുമ്പോൾ സ്റ്റാർട്ട് കോഡോണും സ്റ്റോപ്പ് കോഡോണും ആണ് ഇതിൽ വരുന്നത്, സിഗ്നൽ കോഡോണിൽ വരുന്നത്. സെൻസ് കോഡോൺ എന്ന് പറഞ്ഞാൽ കോഡോൺ ദാറ്റ് കോഡ് ഫോർ അമിനോ ആസിഡ്സ് ആർ കോൾഡ് സെൻസ് കോഡോൺ. ഏതൊക്കെ കോഡോൺ ആണോ അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നത് അവരെയാണ് നമ്മൾ സെൻസ് കോഡോൺ എന്ന് പറയുക. സിഗ്നൽ കോഡോൺ എന്ന് പറഞ്ഞാൽ ദോസ് കോഡോൺസ് ദാറ്റ് കോഡ് ഫോർ സിഗ്നൽ ഡ്യൂറിങ് പ്രോട്ടീൻ സിന്തസിസ് ആർ കോൾഡ് സിഗ്നൽ കോഡോൺസ്. ഫോർ എക്സാമ്പിൾ AUG, അത് ഇനീഷ്യേഷൻ കോഡോൺ ആണ്. UAA, UAG ആൻഡ് UGA അത് സ്റ്റോപ്പ് കോഡോൺസ് ആണ്. ഓക്കെ, ദർ ആർ 2 ടൈപ്സ് ഓഫ് സിഗ്നൽ കോഡോൺസ് ഉണ്ട്. ഈ സിഗ്നൽ കോഡോൺ തന്നെ ഇപ്പോൾ ഈ എക്സാമ്പിൾ പറഞ്ഞല്ലോ, അതിലും 2 ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാണ്, ടെർമിനേറ്റിംഗ് കോഡോൺ ഉണ്ട്, ഇനിഷ്യേറ്റിംഗ് കോഡോൺ ഉണ്ട്. അപ്പോൾ ടെർമിനേറ്റിംഗ് കോഡോൺ അല്ലെങ്കിൽ സ്റ്റോപ്പ് കോഡോൺ ആണ് ഈ 3 UAAയും UAGയും UGAയും. ഇനിഷ്യേറ്റിംഗ് കോഡോൺ ആണ് AUG. അതാണ് പറയുന്നത്. ടെർമിനേറ്റിംഗ് കോഡോൺസ് പറഞ്ഞാൽ UAA, UGA ആൻഡ് UAG ആർ ടെർമിനേഷൻ കോഡോൺസ് ഓർ നോൺ സെൻസ് കോഡോൺസ് ആൻഡ് ആർ ഓഫൻ റെഫേർഡ് ടു ആസ് ആംബർ, ഓക്രെ ആൻഡ് ഒപ്പാൽ കോഡോൺസ് എന്ന് പറയും. ആൻഡ് ഇനിഷ്യേഷൻ കോഡോൺസ് എന്ന് പറഞ്ഞാൽ AUG ഇസ് ദ ഇനിഷ്യേഷൻ കോഡോൺ. ഇറ്റ് കോഡ് ഫോർ ഫസ്റ്റ് അമിനോ ആസിഡ് ഇൻ ഓൾ പ്രോട്ടീൻ. എല്ലാ പ്രോട്ടീനിലും ഫസ്റ്റ് അമിനോ ആസിഡിന് കോഡ് ചെയ്യുന്ന ആരാണ്, AUG ആണ്. ഓക്കെ, സോ AUG കോഡ് ഫോർ ദ ഫസ്റ്റ് അമിനോ ആസിഡ് ഇൻ ഓൾ പ്രോട്ടീൻ. എല്ലാ പ്രോട്ടീനിലും ഫസ്റ്റ് അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നത് ആരാണ്, AUG ആണ്. At the starting point it code for methionine in eukaryotes and formal methionine prokaryotes. അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് അത് ഈ AUG കോഡ് ചെയ്യുന്ന അമിനോ ആസിഡ് മെത്തിയോണിൻ ആണ്. യൂക്കാരിയോട്സിലാണെങ്കിൽ മെത്തിയോണിൻ ആണ്, പ്രോകാരിയോട്സിലാണെങ്കിൽ അത് ഫോർമൈൽ മെത്തിയോണിൻ ആണ്. ഓക്കെ, ഇനി എന്താണ് ആൻറ്റികോഡോൺ എന്ന് പറഞ്ഞാൽ ദ ബേസ് സീക്വൻസ് ഓഫ് tRNA വിച്ച് പെയേഴ്സ് വിത്ത് കോഡോൺ ഓഫ് mRNA ഡ്യൂറിങ് ട്രാൻസ്ലേഷൻ ഇസ് കോൾഡ് ആൻറ്റികോഡോൺ. tRNAയുടെ ബേസ് സീക്വൻസ് അത് എന്താണ്,
എം ആർ എൻ എയുടെ കോഡോണായിട്ട് എന്ത് ചെയ്യുന്നു, പെയർ ചെയ്യുന്നു. അതിന് ട്രാൻസ്ലേഷൻ ടൈമിൽ അതിനാണ് എന്ത് പറയുക, ആൻറ്റി കോഡോൺ എന്ന് പറയുക. സോ ടി ആർ എൻ എ ആൻറ്റി കോഡോൺ ലൂപ്പാണ് ഈ കാണുന്നത്. ഇവിടെ ആൻറ്റി കോഡോൺ, അവിടെ എന്താണ്, ഇത് എം ആർ എൻ എ, ഇത് കോഡോൺ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടി പെയർ ചെയ്യുന്നതിന് എന്ത് പറയുന്നത്, ആൻറ്റി കോഡോൺ എന്ന് പറയുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ ആൻറ്റി കോഡോൺ ആൻഡ് കോഡോൺ എന്താണെന്ന് വെച്ചാൽ, കോഡോൺ കുഡ് ബി പ്രസൻറ്റ് ഇൻ ബോത്ത് ഡി എൻ എ ആൻഡ് ആർ എൻ എ, ബട്ട് ആൻറ്റി കോഡോൺ ഈസ് ഓൾവേസ് പ്രസൻറ്റ് ഇൻ ആർ എൻ എ ആൻഡ് നെവർ ഇൻ ഡി എൻ എ. ആൻറ്റി കോഡോൺ ഡി എൻ എയിൽ ആർ എൻ എയിൽ മാത്രമേ കാണുന്നുള്ളൂ, ഡി എൻ എയിൽ കാണുന്നില്ല. കോഡോൺസ് ആർ റിട്ടൺ ഇൻ 5 to 3 ഡയറക്ഷൻ, വേറാസ് ആൻറ്റി കോഡോൺസ് ആർ യൂഷ്വലി റിട്ടൺ ഇൻ 3 to 5' to 3' ഡയറക്ഷനിലാണ് എന്തുണ്ടാവുക, കോഡോൺസ് എഴുതുക. ആൻറ്റി കോഡോൺസ് പറയുമ്പോൾ 3' to 5' ഡയറക്ഷനിലുണ്ടാവുക. ആൻറ്റി കോഡോൺ ഓഫ് സം ടി ആർ എൻ എ മോളിക്യൂൾസ് ഹാവ് ടു പെയർ വിത്ത് മോർ ദാൻ 1 കോഡോൺ. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ജനറ്റിക് കോഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് ജനറ്റിക് കോഡ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. എന്താണ് ജനറ്റിക് കോഡ്, ഏതൊക്കെയാണ് ഇനിഷ്യേഷൻ ആൻഡ് സ്റ്റോപ്പ് കോഡോൺസ്, ഇനിഷ്യേഷൻ കോഡോൺ ഏതാണ്, സ്റ്റോപ്പ് കോഡോൺസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഈ ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളത് അത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇത്ര നേരം പറഞ്ഞാൽ മനസ്സിലായല്ലോ അല്ലേ. ജനറ്റിക് കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ജനറ്റിക് കോഡിലെ ബേസിക് യൂണിറ്റ് പറഞ്ഞാൽ കോഡോൺസ് ആണ്. ട്രിപ്ലറ്റ് ആയിട്ട് നിൽക്കുന്നത് അവർ ഫോം ചെയ്തിട്ടുള്ള ബേസസ് കൊണ്ടാണ്. അവർ എന്ത് ചെയ്യുന്നു, ആ ബേസസ് എന്ത് ചെയ്യുന്നു, പ്രോട്ടീൻസിലെ അമിനോ ആസിഡിനെ അവർ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ജനറ്റിക് കോഡ് എന്ന് പറഞ്ഞാൽ അവർ ഡീജനറേറ്റ് ആണ്. അതായത് എൻ അമിനോ ആസിഡ് ഇസ് കോഡഡ് കളക്റ്റീവ്ലി ബൈ എ ഫ്യൂ കോഡോൺസ്. ഒരു അമിനോ ആസിഡിന് ചിലപ്പോൾ 2-3 കോഡോൺസ് എന്ത് ചെയ്യാം, കോഡ് ചെയ്യാം. Codons in amino acids are collinear, that is, amino acids in a polypeptide chain are in the same sequence as the corresponding codons in DNA or mRNA. Okay. അപ്പോൾ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഓഫ് ജനറ്റിക് കോഡ് നോക്കാം. ഒന്നാമത്തെ, ജനറ്റിക് കോഡ് ഈസ് ഫോംഡ് ഓഫ് ട്രൈന്യൂക്ലിയോട്ടൈഡ് കോമ്പിനേഷൻസ് കോൾഡ് ട്രിപ്ലറ്റ് കോഡോൺസ്. അപ്പോൾ ട്രിപ്ലറ്റ് കോഡ് ഒന്നാമത്തെ ഫീച്ചറാണ്, ട്രിപ്ലറ്റ് കോഡാണ്. ജനറ്റിക് കോഡ് ഈസ് ട്രിപ്ലറ്റ്, അല്ലെങ്കിൽ ജനറ്റിക് കോഡ് ഈസ് ഫോംഡ് ഓഫ് ട്രൈന്യൂക്ലിയോട്ടൈഡ് കോമ്പിനേഷൻസ് കോൾഡ് ട്രിപ്ലറ്റ് കോഡോൺസ്. DNA and mRNA contain 4 kinds of nucleotide to code for 20 protogenic amino acids. DNA-ലായാലും mRNA-ലായാലും എന്തുണ്ട്, 4 ന്യൂക്ലിയോട്ടൈഡ്സ് ആണ് ഉള്ളത്. അതാണ് എന്ത് ചെയ്യുന്നത്, 20 അമിനോ ആസിഡ്സിനെ എന്ത് ചെയ്യുന്നത്, കോഡ് ചെയ്യുന്നത് അല്ലേ. If codons are presumed to be singlets, the 4 types of nucleotides can form only 4 codons, which in turn can code only for 4 amino acids. If codons are visualized as doublets ആയിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും, 4^2 അപ്പോൾ 16 ആവും. ആൻഡ് നമ്മൾ എന്ത് ചെയ്യുക, കോഡോൺസ് ആർ കൺസിഡർ ടു ബി ട്രിപ്ലറ്റ്സ് ആണെങ്കിൽ ദർ വുഡ് ബി ആസ് മെനി ആസ് 64 എന്നുണ്ടായി കോഡോൺസ് ഉണ്ടായിരിക്കും. 4^3 അപ്പോൾ 64 കോഡോൺസ് ഉണ്ടായിരിക്കും, വിച്ച് ആർ മോർ ദാൻ ഇനഫ് ടു കോഡ് ഫോർ 20 പ്രോട്ടീജനിക് അമിനോ ആസിഡ്സ്. അപ്പോൾ അതെന്താണ്, ഇനഫാണ്, ഇഷ്ടംപോലെ ഉണ്ട് അല്ലേ അമിനോ ആസിഡ്സിന് കോഡ് ചെയ്യാൻ വേണ്ടി. എന്താണ്, ഇറ്റ് ഈസ് മോർ ദാൻ ഇനഫാണ്, അതായത് 64 കോഡോൺസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ട്രിപ്ലറ്റ് കോഡാണ് കാണുന്നത്. ജനറ്റിക് കോഡ് ഈസ് ട്രിപ്ലറ്റ് കോഡ്. രണ്ടാമത്തെ, ജനറ്റിക് കോഡ് ഈസ് കോമാലസ് ആണ്. അതായത് ഇപ്പോൾ നമ്മൾ എഴുതുന്ന സമയത്ത് AGA AGG ഏത് എഴുതുമ്പോൾ അതിനിടയിൽ ഫുൾ സ്റ്റോപ്പോ കോമയോ അങ്ങനെ ഒന്നും ഉണ്ടായിരിക്കില്ല. This means that it typically consists of a continuous series of codons with no information or indication that specifies where one codon stops and another one begins. ഒന്ന് എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു, അത് ബിഗിൻ ചെയ്യുന്നതിനിടയിൽ അങ്ങനത്തെ ഒരു ഇൻഡിക്കേഷൻ ഒന്നും ഉണ്ടാകില്ല. അത് കണ്ടിന്യൂസ് ആയിട്ട് എഴുതി പോവുകയാണ് ചെയ്യുക. ഡിമാർക്കേറ്റിംഗ് സിഗ്നൽസ് ഒന്നും അതിൻ്റെ ഇടയിൽ ഉണ്ടാവില്ല. സോ ഓൾ ബേസസ് ഇൻ എ പോളിന്യൂക്ലിയോട്ടൈഡ് ചെയിൻ ആർ പാർട്സ് ഓഫ് ഡിഫറെൻറ്റ് കോഡോൺസ് ആൻഡ് നൺ ഓഫ് ദം സെർവ് ആസ് എ ബൗണ്ടറി ബിറ്റ്വീൻ നൈബറിംഗ് കോഡോൺസ്. അവിടെ ഒരു ബൗണ്ടറി ആയിട്ട് ആക്ട് ചെയ്യുന്നില്ല ഒന്നും. ഓക്കെ, ഇനി വേറൊരു ഫീച്ചർ പറയുകയാണെങ്കിൽ ജനറ്റിക് കോഡ് ഈസ് യൂണിവേഴ്സൽ എന്ന് പറയാം. ജനറ്റിക് കോഡ് ഈസ് യൂണിവേഴ്സൽ ആണ്. ഇറ്റ് ഈസ് കൺസിഡർഡ് യൂണിവേഴ്സൽ. ദിസ് മീൻസ് ദാറ്റ് സെയിം കോഡ് ഈസ് പ്രസൻറ്റ് ഇൻ ഓൾ ഓർഗാനിസം. എല്ലാ ഓർഗാനിസിലും സെയിം കോഡാണ് കാണുന്നത്. ആൻഡ് ഓൾസോ ദാറ്റ് കോഡോൺ സ്പെസിഫൈസ് സെയിം അമിനോ ആസിഡ് ഇൻ ഓൾ ഓർഗാനിസം. എല്ലാ ഓർഗാനിസിലും സെയിം കോഡോൺ സെയിം അമിനോ ആസിഡിനെയാണ് സ്പെസിഫൈ ചെയ്യുന്നത്. റൈറ്റ് ഫ്രം ദ സിംപ്ലക്സ് വൈറസ് ഡൗൺ ടു മോസ്റ്റ് കോംപ്ലക്സ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്, യൂണിവേഴ്സാലിറ്റി ഓഫ് ജനറ്റിക് കോഡ് എന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്തത് മാർഷൽ, കാസ്കെ ആൻഡ് നീഡൻബർഗ് ആണ്. യൂണിവേഴ്സാലിറ്റി ഓഫ് ജനറ്റിക് കോഡ് പ്രോബബ്ലി റിഫ്ലെക്ട്സ് 3 എവല്യൂഷണറി ആസ്പെക്ട്സ് ആസ് ഫോളോസ്. അപ്പോൾ ഇങ്ങനെ യൂണിവേഴ്സാലിറ്റി പറയുമ്പോൾ നമുക്കതിന് 3 എവല്യൂഷണറി ആസ്പെക്റ്റിൽ പറയാം. അതായത് വെരി എവല്യൂഷൻ്റെ ആദ്യത്തെ സ്റ്റേജ് മുതലേ എന്തുണ്ട്, ജനറ്റിക് കോഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് പറയാം. അതുപോലെ തന്നെ അത് ഹൈലി കൺസേർവ്ഡ് ആണെന്ന് പറയാം. ഇൻ ദ സെൻസ് ദാറ്റ് ഇറ്റ് ഹാസ് അണ്ടർഗോൺ ലിറ്റിൽ ഓർ നോ ചേഞ്ച്. അങ്ങനെ അധികം ചേഞ്ച് വന്നിട്ടില്ല, എവല്യൂഷൻ പീരീഡിലൊന്നും അതിന് അധികം ചേഞ്ച് വന്നിട്ടില്ല എന്ന് പറയാം. പിന്നെ ഓൾ ഫോംസ് ഓഫ് ലൈഫ് ഹാവ് എ കോമൺ ഒറിജിൻ. എല്ലാ ഫോം ഓഫ് ലൈഫിനും എന്താണ്, കോമൺ ഒറിജിൻ ആണുള്ളതെന്ന് പറയാം. ഓക്കെ,
അപ്പോൾ യൂണിവേഴ്സാലിറ്റി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, എപ്പോഴും നമുക്ക് എന്ത് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും, എക്സെപ്ഷൻസ് ഉണ്ടെന്ന് പറയാറുണ്ട്. സയൻസ് ഇസ് ഓൾ അബൌട്ട് എക്സെപ്ഷൻസ് ആണല്ലോ. സോ അതുകൊണ്ട് തന്നെ ഇവിടെ എക്സെപ്ഷൻസ് കാണുന്നത് സം പ്രോകാരിയോട്സിലാണ്, സീലിയേറ്റ് പ്രോട്ടോസോവൻസ് ആൻഡ് മൈറ്റോകോൺട്രിയ. ചില പ്രോകാരിയോട്സിലും സീലിയേറ്റ് പ്രോട്ടോസോവൻസിലും മൈറ്റോകോൺട്രിയയിലും ചില എക്സെപ്ഷൻസ് കാണാം. ഈ യൂണിവേഴ്സാലിറ്റിക്ക് എതിരെ കുറച്ച് എക്സെപ്ഷൻസ് കാണുന്നുണ്ട്. അത് റിലേറ്റ് ചെയ്തുള്ളത് ടെർമിനേഷൻ കോഡോണായിട്ടാണ്. സീലിയേറ്റ്സിൻ്റെ കേസിൽ mRNA കോഡോണായുള്ള UAA ആൻഡ് UAG ആർ നോട്ട് സ്റ്റോപ്പ് കോഡോൺസ്. അവർ mRNAയുടെ കോഡോൺസ് ആയിട്ടുള്ള UAAയും UAG എന്താണല്ലോ സ്റ്റോപ്പ് കോഡോൺസ് അല്ല. സീലിയേറ്റിൻ്റെ കേസിൽ അവരെന്താണ് സെൻസ് കോഡോൺസ് ആണ്. ആൻഡ് അവർ ഗ്ലൂട്ടാമിനെ സ്പെസിഫൈ ചെയ്യുന്നു. സിമിലർലി UGA ഇസ് നോട്ട് എ ടെർമിനേഷൻ കോഡോൺ ഇൻ മൈറ്റോകോൺട്രിയൽ mRNA. മൈറ്റോകോൺട്രിയൽ mRNAയിലും UGA പറയുന്നത് ഒരു ടെർമിനേഷൻ കോഡോൺ അല്ല, അത് ട്രിപ്റ്റോഫാനെ കോഡ് ചെയ്യുന്നുണ്ട്, വിച്ച് ഇൻ അതർ ക്ലാസ്സസ് ഈസ് സ്പെസിഫൈഡ് ബൈ UGG. ഓക്കെ, അപ്പോൾ ആ ഒരു എക്സെപ്ഷൻ മാത്രമാണ് കാണുന്നുള്ളൂ. ബാക്കിയൊക്കെ എന്താണ് സെയിം ആണ് എല്ലായിടത്തും. അതായത് ബാക്കി എല്ലാത്തിൻ്റെ കേസിലും ഈ ജനറ്റിക് കോഡ് എന്ന് പറയുന്നത് യൂണിവേഴ്സലാണ്. പിന്നെ വേറൊരു ഇതുള്ളത് ജനറ്റിക് കോഡ് ഈസ് അൺആംബിഗ്വസ് എന്ന് പറയാം. ജനറ്റിക് കോഡ് ഈസ് അൺആംബിഗ്വസ്, അതായത് നോൺ ആംബിഗ്വസ് കോഡ് എന്ന് പറയാം, അല്ലെങ്കിൽ അൺആംബിഗ്വസ് എന്ന് പറയാം. കാരണം ഇറ്റ് ഈസ് അൺആംബിഗ്വസ് ഇൻ ദ സെൻസ് ദാറ്റ് എ കോഡോൺ always specifies same amino acid in all organisms and it will not code for more than one amino acid all by itself. Okay, സ്പെസിഫൈസ് സെയിം അമിനോ ആസിഡിനാണ് എല്ലാ ഓർഗാനിസിലും ചെയ്യുന്നത്, അത് സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി ജനറ്റിക് കോഡ് ഹാസ് പൊളാരിറ്റി. അതിനെന്തുണ്ട്, ഒരു പൊളാരിറ്റി ഉണ്ട്. ജനറ്റിക് കോഡിനൊരു പൊളാരിറ്റി കാണുന്നുണ്ട്. ജനറ്റിക് കോഡ് ഈസ് പോളറൈസ്ഡ് വിത്ത് ഡെഫിനിറ്റ് ഇനീഷ്യേഷൻ ആൻഡ് ടെർമിനേഷൻ കോഡോൺസ്. അതായത് അതിന് സ്പെസിഫിക് ആയുള്ള ഇനീഷ്യേഷൻ കോഡോൺ ഉണ്ട്, ടെർമിനേഷൻ കോഡോൺ ഉണ്ട്. ദിസ് എനാബിൾസ് എ ജീൻ ടു സ്പെസിഫൈ സെയിം പ്രോട്ടീൻ ഓൾവേസ്. അപ്പോൾ എന്ത് ചെയ്യും, ഒരു ജീൻ ഒരു പ്രോട്ടീനെ തന്നെയാണ് എപ്പോഴും എന്ത് ചെയ്യുക, സ്പെസിഫൈ ചെയ്യുക. ഓൾസോ ടു കോസസ് ദ കോഡ് ടു റീഡ് ഇൻ എ ഫിക്സഡ് ഡയറക്ഷനിൽ വായിക്കാനും അത് എന്ത് ചെയ്യുന്നു, ഹെൽപ്പ് ചെയ്യുന്നു. AUG ആക്ട് ആസ് ഇനീഷ്യേഷൻ കോഡോൺ ആൻഡ് therefore the first amino acid to be incorporated in the synthesis of all protein is methionine. നമ്മൾ പറഞ്ഞു AUG മെത്തിയോണിനെ കോഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, അത് ഫസ്റ്റ് അമിനോ ആസിഡ് ഏത് പ്രോട്ടീൻ സിന്തസിലും ആദ്യം ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന അമിനോ ആസിഡ് മെത്തിയോണിനാണ്. ആൻഡ് UAA, UGA ആൻഡ് UAG ആർ ടെർമിനേഷൻ കോഡോൺസ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ട്രിപ്ലറ്റ് ആണെന്ന് പറഞ്ഞു. 64 കോഡോൺസ് ഉണ്ട്. ഇത് മൊത്തം എണ്ണി നോക്കി നിങ്ങൾക്ക് 64 കോഡോൺസ് കിട്ടും. ഈ CAGയുടെ കോമ്പിനേഷനിലാണ് ഈ 64 ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ട്രിപ്ലറ്റ് ആണ്. പിന്നെ യൂണിവേഴ്സാലിറ്റി പറഞ്ഞു, നോൺ ആംബിഗ്വസ് ആണെന്ന് പറഞ്ഞു. ദിസ് വൺ കോഡോൺ കനോട്ട് സ്പെസിഫൈ മോർ ദൻ വൺ അമിനോ ആസിഡ്. അതുകൊണ്ടാണ് നോൺ ആംബിഗ്വസ് എന്ന് പറയുന്നത്. നോൺ ഓവർലാപ്പിംഗ് ആണ്. വൺ ബേസ് കനോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഫോർമേഷൻ ഓഫ് മോർ ദാൻ വൺ കോഡോൺ. ഒരു കോഡോണിനെക്കാട്ടിലും എന്ത് ചെയ്യില്ല, കൂടുതൽ ഫോർമേഷനിൽ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. ദിസ് മീൻസ് ദാറ്റ് കോഡ് ഈസ് നോൺ ഓവർലാപ്പിംഗ് ആണ്. പിന്നെ കണ്ടിന്യൂസ് ട്രാൻസ്ലേഷൻ. ജീൻ ഈസ് ട്രാൻസ്ക്രൈബ്ഡ് ആൻഡ് ട്രാൻസ്ലേറ്റഡ് കണ്ടിന്യൂസ്ലി ഫ്രം എ ഫിക്സഡ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ടു എ ഫിക്സഡ് സ്റ്റോപ്പ് പോയിന്റ് ആൻഡ് പങ്ക്ച്വേഷൻസ് ആർ നോട്ട് പ്രസൻറ്റ് ബിറ്റ്വീൻ ദ കോഡോൺസ്. അതായത് ഇറ്റ് ഈസ് കോമാലസ് എന്ന് പറയാം. ഓക്കെ, പിന്നെ അതിന് പൊളാരിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. മെസ്സേജ് റീഡ് ചെയ്യുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. ആൻഡ് റൈറ്റ് ടു ലെഫ്റ്റ് വിൽ സ്പെസിഫൈ ഫോർ ഡിഫറെൻറ്റ് അമിനോ ആസിഡ്. ഫോർ എക്സാമ്പിൾ UUG സ്റ്റാൻഡ് ഫോർ ലൂസിൻ ആൻഡ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ഇറ്റ് ഈസ് GUU വിച്ച് സ്റ്റാൻഡ് ഫോർ വാലിൻ. ഓക്കെ, അപ്പോൾ അതിനോട് സ്പെസിഫിക് ഡയറക്ഷൻ ഉണ്ട് എന്ത് ചെയ്യുമ്പോൾ റീഡ് ചെയ്യുന്ന സമയത്ത്. പിന്നെ ഡീജനറസീവ് ജനറ്റിക് കോഡ് എന്ന് പറയുന്നത് ആൻ അമിനോ ആസിഡ് ക്യാൻ ബി കോഡഡ് ഫോർ ബൈ മോർ ദാൻ വൺ കോഡോൺ. ദിസ് ഇസ് കോൾഡ് ഡീജനറസി ഓഫ് ജനറ്റിക് കോഡ്. ആൻ അമിനോ ആസിഡ് ക്യാൻ ബി കോഡഡ് ഫോർ ബൈ മോർ ദാൻ വൺ കോഡോൺ. അതിനാണ് നമ്മൾ എന്ത് പറയുക, ഡീജനറസീവ് ജനറ്റിക് കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ എന്താണ് വോബിൾ ഹൈപ്പോത്തസിസ്? ക്രിക്കാണ് പോസ്റ്റേറ്റ് ചെയ്തത്. ദാറ്റ് വോബിൾ ഹൈപ്പോത്തസിസ് ടു അക്കൗണ്ട് ഫോർ ഡീജനറസി ഓഫ് ജനറ്റിക് കോഡ്. അക്കോർഡിംഗ് ടു ദിസ് ഹൈപ്പോത്തസിസ് ദ ഫസ്റ്റ് 2 bases ഓഫ് എ കോഡോൺ പെയർ അക്കോർഡിംഗ് ടു ദ നോർമൽ ബേസ് പെയറിംഗ് റൂൾസ് വിത്ത് ദ ലാസ്റ്റ് 2 bases ഓഫ് ആൻറ്റി കോഡോൺ. ബേസ് പെയറിംഗ് അറ്റ് ദ തേർഡ് പൊസിഷൻ ഓഫ് എ കോഡോൺ ഇസ് വോബിൾ. ഓക്കെ, ഇവിടെ കാണിച്ചിട്ടുണ്ട്. TRNയും MRNയും കൂടി പെയർ ചെയ്യുന്ന സമയത്ത് ഇത് നോർമൽ പെയറിംഗ് ആണ്. GAG CUC എന്ന് പറയുന്നത് 2-3 കൂടി എന്താണ് നോർമൽ പെയറിംഗ് ആണ്. വോബിൾ പെയറിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, അത് വോബിൾ പെയറിംഗ് ആണല്ലേ. ശരിക്കും G എന്തായിട്ടാണ് ഇവിടെ ബോണ്ട് ഫോം ചെയ്യേണ്ടത്, സീനായിട്ടാണ് ഫോം ചെയ്യേണ്ടത്. ഓക്കെ, അത് ഫസ്റ്റ് 2 bases ഓഫ് എ കോഡോൺ പെയർ അക്കോർഡിംഗ് ടു ദ നോർമൽ ബേസ് പെയറിംഗ് റൂൾസ് വിത്ത് ദ ലാസ്റ്റ് 2 bases ഓഫ് ദ ആൻറ്റി കോഡോൺ. ബേസ് പെയറിംഗ് അറ്റ് തേർഡ് പൊസിഷൻ എന്ന് പറയുന്നത് അവിടെ വോബിൾ ആണെന്നാണ് വോബിൾ ഹൈപ്പോത്തസിസിൽ പറയുന്നത്. അതായത് ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ ഡീജനറസി ഓഫ് ജനറ്റിക് കോഡ്, ദാറ്റ് ഈസ് എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്പിൾ കോഡോൺസ് ഫോർ എ സിംഗിൾ അമിനോ ആസിഡ്. ഒരു സിംഗിൾ അമിനോ ആസിഡ് തന്നെ മൾട്ടിപ്പിൾ കോഡോൺസ് ഉണ്ട് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഓൾദോ ദർ ആർ 61 കോഡോൺസ് ഫോർ അമിനോ ആസിഡ്സ്, നമ്പർ ഓഫ് TRNA is far less which is due to oblique. പക്ഷേ അമിനോ ആസിഡ് 61 കോഡോൺസ് ഉണ്ട് അമിനോ ആസിഡിന്, പക്ഷേ എന്താണ് നമ്പർ ഓഫ് TRNA ലെസ് ആണ്. ദാറ്റ് 40 കാണുന്നുള്ളൂ, വിച്ച് ഇസ് ഡ്യൂ ടു എന്തുകൊണ്ടാണ് വോബ്ലിംഗ് കാരണമാണ് അങ്ങനെ കാണാൻ കാരണം. ഓക്കെ,
പിന്നെ എന്താണ് അതിൻ്റെ ബയോളജിക്കൽ സിഗ്നിഫിക്കൻസ്? ഈ ഡീജനറേറ്റ്സിൻ്റെ ബയോളജിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ, ഡീജനറേറ്റ് എന്താണ്, ഇഫ് ദ കോഡ് വർ നോട്ട് ഡീജനറേറ്റ് ആണെങ്കിൽ, ഡീജനറേറ്റ് അല്ലെങ്കിൽ 20 കോഡോൺസ് വുഡ് ഡിസിഗ്രേറ്റഡ് അമിനോ ആസിഡ്സ് ആൻഡ് 44 വുഡ് ലീഡ് ടു ചെയിൻ ടെർമിനേഷൻ. ഓക്കെ, അതുപോലെ തന്നെ പ്രോബിലിറ്റി ഓഫ് മ്യൂട്ടേറ്റിംഗ് ടു ചെയിൻ ടെർമിനേഷൻ വുഡ് ദെർഫോർ ബി മച്ച് ഹയർ ആയിരിക്കും വിത്ത് എ നോൺ ഡീജനറേറ്റ് കോഡ്. അപ്പോൾ നമുക്കറിയാം എന്താണ് ഫ്ലോ ഓഫ് ജനറ്റിക് ഇൻഫർമേഷൻ. ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് DNA ആണ്. ട്രാൻസ്ക്രൈബ് ചെയ്തിട്ട് RNA-ക്ക് ട്രാൻസ്ക്രൈബ് ചെയ്തു, എന്നിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് എന്തായി, പെപ്റ്റൈഡ് ഫോം ചെയ്തു, പ്രോട്ടീൻ. അപ്പോൾ നമുക്കൊന്നും കൂടി പറയാം ഏതൊക്കെയാണ് അതിൻ്റെ പോയിൻറ്റ്സ് എന്നുള്ളത്. ഫീച്ചേഴ്സ് ഓഫ് ജനറ്റിക് കോഡ്. ജനറ്റിക് കോഡ് ഈസ് ഫോംഡ് ഓഫ് ട്രൈന്യൂക്ലിയേറ്റഡ് കോമ്പിനേഷൻസ്, ദാറ്റ് ഈസ് ട്രിപ്ലറ്റ് കോഡോൺസ് ആണ്. ജനറ്റിക് കോഡ് യൂണിവേഴ്സൽ ആണ്. ജനറ്റിക് കോഡ് ഈസ് കോമാലസ്. ജനറ്റിക് കോഡ് ഈസ് അൺആംബിഗ്യസ്. ജനറ്റിക് കോഡ് ഹാസ് പൊളാരിറ്റി. ജനറ്റിക് കോഡ് ഈസ് ഡീജനറേറ്റ് ഓർ റിഡൻഡൻറ്റ്. ജനറ്റിക് കോഡ് ഈസ് നോൺ ഓവർലാപ്പിംഗ്. അത്രയാണ് അതിൻ്റെ പോയിൻറ്റ്സ്. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക, പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ്. മ്യൂട്ടേഷൻ ക്യാൻ ബി വെൽ എക്സ്പ്ലെയിൻ യൂസിങ് ദ ജനറ്റിക് കോഡ്. പോയിൻറ്റ് മ്യൂട്ടേഷൻസ് അതിൽ വരുന്നതാണ് സൈലൻറ്റ് മ്യൂട്ടേഷൻ, മിസ്സെൻസ് മ്യൂട്ടേഷൻ, നോൺസെൻസ് മ്യൂട്ടേഷൻ ആൻഡ് ഓൾസോ ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻസ്. സൈലൻറ്റ് മ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ ന്യൂക്ലിയോട്ടൈഡ് ചേഞ്ച് A to G വരികയാണെങ്കിൽ സെയിം അമിനോ ആസിഡ് ഇസ് ഇൻകോപ്പറേറ്റഡ്, മ്യൂട്ടേഷൻ ഗോട്ട്സ് അൺനോട്ടീസ്ഡ്. അപ്പോൾ അതെന്താ, മ്യൂട്ടേഷൻ അൺനോട്ടീസ്ഡ് ആയിട്ട് പോകും. ഓക്കെ, അതിനാണ് സൈലൻറ്റ് മ്യൂട്ടേഷൻ എന്ന് പറയുക. മിസ്സെൻസ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ ന്യൂക്ലിയോട്ടൈഡ് ചേഞ്ച് A to C, ഡിഫറെൻറ്റ് അമിനോ ആസിഡ് ഇൻകോപ്പറേറ്റഡ്, ലോസ് ഓഫ് ഫങ്ഷണൽ കപ്പാസിറ്റി ഓഫ് പ്രോട്ടീൻ. A to C ചേഞ്ച് വന്നു അവിടെ, അപ്പോൾ എന്താണ്, വേറെ അമിനോ ആസിഡാണ് അവിടെ വന്നത്. ഓക്കെ, അതെന്താണ്, ഫങ്ഷണൽ കപ്പാസിറ്റീനെ പോയി പ്രോട്ടീൻ്റെ. നോൺസെൻസ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, സിംഗിൾ ന്യൂക്ലിയോട്ടൈഡ് ചേഞ്ച് ഫ്രം C to T എന്നൊരു ചേഞ്ച് വന്നു, സ്റ്റോപ്പ് കോഡോൺ ഇസ് ജനറേറ്റഡ്. അവിടെ എന്തുണ്ടായി, സ്റ്റോപ്പ് കോഡോണാണ് വന്നത്, പ്രീമച്യൂർ ടെർമിനേഷൻ ഓഫ് ചെയിൻ. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, ചെയിൻ ടെർമിനേറ്റ് ചെയ്യും, പിന്നെ ഫർദർ സിന്തസിസ് നടക്കില്ല ചെയിനിൻ്റെ. പിന്നെ ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇൻസേർഷൻ ഓർ റിമൂവൽ ഓഫ് എ ബേസസ് ക്യാൻ ഓൾട്ടർ ദ റേഡി ഫ്രെയിം വിത്ത് ദ റിസൾട്ടൻറ്റ് ഇൻകോപ്പറേഷൻ ഓഫ് ഡിഫറെൻറ്റ് അമിനോ ആസിഡ്. ബേസിൻ്റെ ഇൻസേർഷനോ റിമൂവലോ കാരണം അവിടെ എന്തുണ്ടാവും, ആ റേഡി ഫ്രെയിം ഓൾട്ടർ ചെയ്യും, അങ്ങനെ ഡിഫറെൻറ്റ് അമിനോ ആസിഡ് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അത്രയാണ് പറയാനുള്ള ജനറ്റിക് കോഡിൻ്റെ കാര്യങ്ങൾ. ഇനി ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. മനസ്സിലായി വിചാരിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. സോ താങ്ക് യു.